പ്രിയമുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 26 ഇപ്പോൾ പെട്ടെന്ന് അവധി വന്ന സാഹചര്യത്തിൽ ജൂൺ 25 സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആ ദിനം നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, അതിലെല്ലാവരും നന്നായി അണിചേരണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ എല്ലാ അവസരങ്ങളും ലഹരിക്കെതിരായി ഉപയോഗപ്പെടുത്തുക. വളരെ വലിയൊരു പോരാട്ടം ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചത് തൂഫാൻ എന്ന പേരിലാണ്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് തുടക്കം കുറിച്ച തൂഫാൻ നല്ല പ്രതികരണമാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സ്കൂളുകളിലും അതിൻ്റെ പ്രതികരണം ഉണ്ടായി. നമ്മൾ ജൂൺ 12 മുതൽ സ്കൂളിലും 1 മില്യൺ തൂഫാൻ ഗോൾ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. ലോകകപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അത് നല്ല വിജയമായി, നല്ല മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചു. ഗോളുകൾ അടിച്ച് ആ ഗോളുകൾ ഒരു ഡാഷ്ബോർഡിൽ റെക്കോർഡാക്കി 1 മില്യൺ 10 ലക്ഷം ഗോളുകൾ തികക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഓഗസ്റ്റ് 20 വരെയുള്ള സമയം കൊണ്ടാണ് പൂർത്തീകരിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ പ്രോഗ്രാമിനോടുള്ള വലിയ പിന്തുണ കാരണം, അതേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. പിന്തുണ കാരണം ഈ 25 കൂടി തന്നെ നമ്മൾ 10 ലക്ഷം ഗോളുകൾ, 1 മില്യൺ ഗോളുകൾ ക്രോസ് ചെയ്യും, അത് കടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുമുള്ള വലിയ പിന്തുണയാണ്. ലഹരി മുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കണം. സ്പോർട്സും കലയും അതുപോലെ തന്നെ എല്ലാം കൂടി ചേർത്ത് പറഞ്ഞ ജീവിതമാകണം ലഹരി. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ അടിച്ചു കയറ്റി ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ തകർന്ന് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നവരായി നമ്മൾ മാറരുത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറ്റൊരു എഫക്റ്റ് എന്ന് പറയുന്നത് വലിയ ആദി പൂണ്ട് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊക്കെ നല്ല തിളക്കമുള്ള നക്ഷത്രങ്ങളാണ്. ഈ നാടിൻ്റെ പ്രതീക്ഷയാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയായ മക്കളെ ലഹരി സ്പർശിക്കാതെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇത്തരം പദ്ധതികളുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ ഈ തൂഫാൻ പ്രോഗ്രാമുമായി നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നേറുകയാണ്. ഇനിയും ഇതിൻ്റെ വിവിധ പരിപാടികളുമായി, ലഹരി വിരുദ്ധ പോരാട്ടവുമായി വിദ്യാഭ്യാസ വകുപ്പ് സഹകരിക്കും. വിദ്യാഭ്യാസ വകുപ്പിൻ്റേതായ ചില പരിപാടികളും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ 1 മില്യൺ തൂഫാൻ ഗോൾ പോലെ തൂഫാനെയും ഇനി നാളെ വരാവുന്ന പദ്ധതികൾ, ലഹരിക്കെതിരായ പോരാട്ടങ്ങൾ, അതിലൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് സ്കൂളുകളിൽ നമ്മൾ പ്രതിജ്ഞ പുതുക്കുകയാണ്. നമ്മളാരും ലഹരി ഉപയോഗിക്കില്ല, ഉപയോഗിക്കുന്നവരെ നന്നായി ഇടപെട്ട് നിരുത്സാഹപ്പെടുത്തും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലഹരി വിമുക്തമായ ഒരു സമൂഹമായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനത്തിൽ കുട്ടികളായ നിങ്ങൾ പ്രത്യേകിച്ച് പങ്കെടുക്കും. കാരണം ഈ ലോകം ഇനി നിങ്ങളുടേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇത്തരം ചതിക്കുഴികളിൽ ആര് വീഴ്ത്താൻ ശ്രമിച്ചാലും നിങ്ങളതിനെ നിന്നു കൊടുക്കരുത്, വീഴാൻ പോവരുത്. ഒരു ജാഗ്രത നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണം. അപ്പോൾ MDMA-യും അതുപോലെ തന്നെ കഞ്ചാവും ചരസും ഒന്നുമില്ലാത്ത, ലഹരിയില്ലാത്ത, രാസലഹരികളില്ലാത്ത ഒരു സമൂഹമായി മലയാളി സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണം. അതിന് വിദ്യാർത്ഥികൾ ഏറ്റവും പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വരണം. ഈ ദിവസത്തിൽ എല്ലാ വിദ്യാർത്ഥികളെയും, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഹൃദയപൂർവ്വം ഈ ദിവസത്തിൻ്റെ ആശംസകൾ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇനിയുള്ള നാളുകളിൽ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയേണ്ട ഒരു വിപത്താണ്. അതിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എല്ലാവർക്കും ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ആശംസകൾ ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്.